അർദ്ധരാത്രിയിൽ ദോശ തിന്നാൻ പൂതി തോന്നിയപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റാണിത് കേട്ടോ. രാത്രി തന്നെ പനമ്പള്ളി നഗറിൽ ഏറ്റവും നല്ലൊരു ദോശക്കടയുണ്ട്. എന്ന് വെച്ചാൽ തട്ടുദോശ കിട്ടുന്ന സ്ഥലമുണ്ട്, കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. തട്ടുദോശയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഭയങ്കര കരച്ചിൽ. നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞ്, അവൾക്ക് ഇഴയാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയും വലിയ സ്ഥലത്ത് കണ്ടാൽ വലുതാണെന്ന് തോന്നും, ആൾ തീരെ ചെറുതാണ്, നടക്കാൻ പോലും മര്യാദയ്ക്ക് അറിയത്തില്ല. അപ്പോൾ കുറേ നേരം നമ്മളവിടെ നിന്ന് നോക്കി, ആരെങ്കിലും വരുമോ, അതിൻ്റെ അമ്മ വരുമോ ഒക്കെ നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല, ആരും വന്നില്ല. ഇങ്ങനെ വിട്ടിട്ട് അതിനെ അവിടെ വിട്ടിട്ട് പോകാനും വയ്യാത്തൊരു അവസ്ഥ. ആകെപ്പാടെ ഭയങ്കര സങ്കടമായി. എന്തായാലും വിട്ടിട്ട് പോയാൽ ചത്തുവോ, എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ തന്നെ കടിച്ചത് ചത്തുവോ എന്നുള്ളതുകൊണ്ട് അതിനെ എങ്ങനെ എടുത്തുകൊണ്ട് വരുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അപ്പോൾ ഞാൻ ബേക്കറി ഐറ്റംസ് എല്ലാം, നമ്മൾ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടിയൊരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ലിനകത്ത് പൊതിഞ്ഞെടുത്ത്, കാരണം അഴുക്കിലൊക്കെ കിടന്നാണോന്നൊന്നും അറിയത്തില്ല, ഒരു തരത്തിൽ പൊതിഞ്ഞെടുത്ത് കാറിൽ കയറി. ഐസ്ക്രീം ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ എടുത്തതും ഇത്രയും നേരം കരഞ്ഞതും സങ്കടപ്പെട്ടതും ഒക്കെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി അങ്ങ് അതിനകത്തോട്ടിരുന്നു. ഒരു ഐസ്ക്രീം ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പേടിച്ചു പോയെന്ന് തോന്നുന്നു. എനിക്കവിടെ വിട്ടിട്ട് പോരാനേ തോന്നുന്നില്ല. എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷൻ. ഇത്രയും ചെറുതല്ലേ. എനിക്ക് പൊതുവേ ഞാൻ അത്ര പൂച്ചയുടെ ആളല്ല, ഞാൻ ഡോഗ് പേഴ്സണാണ് ശരിക്കും. വരുന്ന വഴിക്ക് ആ കട അടയ്ക്കാൻ പോകുമായിരുന്നു. ചേട്ടാ അടയ്ക്കല്ലേ എന്നും പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തി ഒരു ഫില്ലർ വാങ്ങിച്ചു. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി പാല് കൊടുക്കണമല്ലോ, സ്വന്തമായിട്ട് കഴിക്കാനും കുടിക്കാനും ഒന്നും ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കൊരു 3 ആഴ്ച ഒക്കെ, 2 ആഴ്ച 3 ആഴ്ച മാക്സിമം പ്രായം ഉണ്ടാവുള്ളൂ. അങ്ങനെ തൂക്കിയെടുത്ത് വീട്ടിലോട്ട് പോവാം. പിള്ളേർ ഇടയ്ക്ക് പൂച്ച പട്ടി എന്നൊക്കെ പറയുമ്പോൾ വാങ്ങിച്ചു തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇത് ചെയ്യും. അപ്പോഴാണ് അല്ലു വന്നത്. എന്നാൽ ഷവർമ്മ തരാമെന്നും പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ അവന് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഇതെന്താണ്, വാങ്ങണോ വേണ്ടേ? ഞാൻ പറഞ്ഞു പപ്പാതി എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കുറേ സീഡ് ഇതൊക്കെ ഇട്ടാണ് കൊടുത്തത്. അങ്ങനെ അവനെടുത്തോ ഓടി ചെന്ന് നീലുവിനെ വിളിക്കുകയാണ്. പിന്നെ ഇറങ്ങി വാടി ഷവർമ്മ തിന്നാ, ഒരു സൂത്രം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൾ കുളിച്ചുകൊണ്ടിരിക്കുക. അവൾ കുളിക്കാൻ 2 മണിക്കൂർ വേണം, അത് വേറെ കാര്യം. അപ്പോൾ അതുവരെയാണെങ്കിൽ അവന് വെയിറ്റ് ചെയ്യാൻ വയ്യ അല്ലുവിന്. എന്നിട്ട് അവനിങ്ങനെ ഇത് ചെയ്തിരിക്കുവാണ്. അവൾ വന്ന് കാണുമ്പം എന്തായിരിക്കും അവളുടെ ആ ഒരു റിയാക്ഷൻ എന്നൊക്കെ വെച്ചുകൊണ്ട്. മറ്റേതാണെങ്കിൽ ചെറുതാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കുക. അത് എനിക്ക് തോന്നുന്നു പേടിച്ചു പോയി. ഒത്തിരി ആളും ബഹളവും. അങ്ങനെ റോഡിലോട്ട് കയറിയാൽ ഏതെങ്കിലും വണ്ടി കയറിയൊക്കെ ചത്തു പോകുമല്ലോ, അല്ലെ പട്ടി കടിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. നീലുവിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ.